ഗാന്ധി മിത്ര മണ്ഡലം സ്ഥാപകനും പ്രമുഖ ഗാന്ധിയനുമായ പി ഗോപിനാഥൻ നായരുടെ 3ാം ചരമവാർഷികം അദ്ദേഹത്തിൻ്റെ വസതിയിൽ ആചരിച്ചു. ഗാന്ധി മിത്ര മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചരമവാർഷികം ആചരിച്ചത്. പുഷ്പാർച്ചനയും അനുസ്മരണവും സർവമത പ്രാർത്ഥനയും നടത്തി. ഗാന്ധി മിത്ര മണ്ഡലം ചെയർമാൻ ബി ജയചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ച അനുസ്മരണ ചടങ്ങ് ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നെയ്യാറ്റിൻകര MLA കെ ആൻസലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗോപിനാഥൻ നായരുടെ ഭാര്യ എൽ സരസ്വതി അമ്മ, നെയ്യാറ്റിൻകര സനൽ, നഗരസഭാ കൗൺസിലർമാരായ ജോസ് ഫ്രാങ്ക്ലിൻ, ഡോക്ടർ MA സാദത്ത്, അജിതകുമാരി, ഐശ്വര്യ, അനിൽ കാട്ടാക്കട, ഗാന്ധി മിത്ര മണ്ഡലം ഭാരവാഹികളായ ബിനു മരുതത്തൂർ, ആർ ഹരിഗോപാൽ, എം സുശീലൻ നായർ, സുരേഷ് കുമാർ, ഇലിപ്പോട്ടുകോണം, പ്രൊഫസർ സി ഗോപിനാഥ്, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ഒരു വ്യക്തിയുടെ മഹാത്മ്യം മനസ്സിലാക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തി എന്ത് ചെയ്തു എന്നതിലപ്പുറത്തേക്ക് ഭൗതിക ജീവിതം വെടിഞ്ഞു പോയതിനു ശേഷം ആ വ്യക്തി മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളുടെയും മാറ്റത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വേണം നിങ്ങളൊരു വ്യക്തിയെ വിലയിരുത്തേണ്ടത്. ഗോപി സാറിന്റെ പ്രവർത്തന മണ്ഡലം, കർമ്മമണ്ഡലം വളരെ വിപുലമായിരുന്നു. ഗാന്ധിയൻ ദർശനങ്ങൾ നമ്മുടെ നാട്ടിലും ലോകത്തിലും ഇന്ത്യയിലും ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോയ നമുക്കൊരിക്കലും നിന്ന് വിസ്മരിക്കാനോ അവഗണിക്കാനോ കഴിയാത്ത വ്യക്തിത്വമാണ് ശ്രീ ഗോപി സാറ്. അദ്ദേഹത്തിന്റെ ദേശമണിക്കുന്ന 1.5 പതിറ്റാണ്ട് സമയം നെയ്യാറ്റിൻകരയിൽ തന്നെ ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ്. നമുക്കറിയാം, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മതവാദി ചിന്തയ്ക്ക് അതീതമായി എല്ലാ മേഖലയിലും അദ്ദേഹത്തിന്റെ പ്രായം അനുഗമിച്ചുകൊണ്ടുള്ള സജീവമായ സാന്നിധ്യവും പിന്തുണയും കരുത്തും നമുക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. ഈ വൈകാരിക മുഹൂർത്തം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ചൈതന്യവത്തായ നേതൃത്വവും ചൈതന്യവത്തായ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആർഷ സംസ്കാര വേദിയുടെയും ഗാന്ധി മിത്ര മണ്ഡലത്തിന്റെയും പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ദൗത്യം ഏറ്റെടുക്കുകയാണ് എന്നിൽ നിങ്ങൾ അർപ്പിതമായിരിക്കുന്ന കടമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗാന്ധി മിത്ര മണ്ഡലം ഏർപ്പെടുത്തിയ ഈ ആദ്യത്തെ പ്രഥമ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അവർകൾക്കാണ്. ഈ വർഷത്തെ പുരസ്കാരം ജേതാവിനെ അദ്ദേഹം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഈ വർഷത്തെ അവാർഡ് ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ കമ്മിറ്റി ഒന്ന് ഞാനായിരുന്നു മെമ്പർ. അതിന്റെ ചെയർമാൻ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ജയചന്ദ്രൻ നായരായിരുന്നു. ശ്രീ കാട്ടാക്കട അനിൽ ഉണ്ടായിരുന്നു. അതിലെ അഡ്വക്കേറ്റ് കാട്ടാക്കട അനിൽ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റ് രാജശേഖരൻ നായർ, അതുകൂടാതെ BK മോഹൻ എന്ന് പറയുന്ന 5 പേരടങ്ങിയ ഒരു കമ്മിറ്റി ഇതാർക്ക് കൊടുക്കണം എന്ന് നിശ്ചയിക്കാനായി കൂടിയപ്പോൾ ഒരേ ഒരു പേര് മാത്രമേ ഈ കമ്മിറ്റിയുടെ മുൻപാകെ ഉചിതമായി തോന്നിയുള്ളൂ. അത് മറ്റൊന്നുമല്ല, ഗോപിനാഥൻ നായർ സാറോട് ഫോൺ ചേർന്നു പല വർഷങ്ങളായി ഗാന്ധി മാർഗം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇപ്പോഴത്തെ കേന്ദ്ര ഗാന്ധി സ്മാരക നിധിയുടെ ചെയർമാൻ ശ്രീ രാമചന്ദ്ര റാഹി, അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത വിവരം ഒരുപക്ഷെ പത്രദ്വാര നിങ്ങൾ അറിഞ്ഞിരിക്കും. രാമചന്ദ്ര റാഹി അദ്ദേഹം അവാർഡ് സന്തോഷപൂർവ്വം സ്വീകരിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ കത്തും വന്നിരിക്കുന്നു. ആ വിവരം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഗോപിനാഥൻ നായർ സാർ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് നൽകിയ പകർന്നേകിയ ഏറ്റവും തത്വാധിഷ്ഠിതമായ ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ മരണശേഷവും അദ്ദേഹം ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ രീതിയിൽ സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ് നമ്മളിൽ ഓരോരുത്തരിലും അർപ്പിതമായിരിക്കുന്നത് എന്നാണ് ഗാന്ധിമിത്ര മണ്ഡലത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആർഷ സംസ്കാര വേദിയുടെയും പ്രവർത്തകർക്ക് ഏറ്റെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി ഞാൻ കാണുന്നു. ഈ വർഷത്തെ അവാർഡിന് അർഹനായിരിക്കുന്നത് അഖിലേന്ത്യാ ഗാന്ധി സ്മാരകതയുടെ ചെയർമാൻ അഭിവന്ദ്യനായ രാമചന്ദ്ര റാഹി അവറുകളെയാണ്. ഗോപിനാഥൻ നായർ സാറിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സർവധർമ്മ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. ഏറ്റവും ഉചിതമായ തീയതി
തീയതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പുരസ്കാരം വിതരണം ചെയ്യും. നമുക്കെല്ലാവർക്കും ഗോപിനാഥൻ നായർ സാർ ഉയർത്തിപ്പിടിച്ച സർവധർമ്മ സമഭാവത്തിൽ അധിഷ്ഠിതമായ നവസമൂഹ സൃഷ്ടി എന്ന ഏറ്റവും ഉദാത്തമായ ആ മുദ്രാവാക്യം നമുക്ക് ഏറ്റെടുക്കാം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് രൂപം നൽകാം. അതിന് നമുക്കുള്ള കൂട്ടായ പ്രയത്നം നമുക്കെല്ലാവർക്കും നടത്താം എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു.